ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ശ്രീമന് നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന് നാരായണീയത്തിൽ ദശകം 11 ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപിൻ്റെയും ഉത്പത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകങ്ങൾ 1, 2, 3. ശ്ലോകം 1. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. ക്രമേണ സർഗേ പരിവർത്തമാനേ കദാപി ദിവ്യാസനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ഉത്ഭൂതരായ 4 ഭക്തന്മാരായ മഹർഷിമാരാണ് സനകാദികൾ. അവർ ജന്മനാ തന്നെ ഭക്തരും ജ്ഞാനികളുമാണ്. ആ ദിവ്യരായ മഹർഷി അവർക്ക് ഒരിക്കൽ വൈകുണ്ഠലോകം സന്ദർശിച്ച് വൈകുണ്ഠപതിയായ വിഷ്ണുദേവനെ ദർശിക്കാൻ ആഗ്രഹമുണ്ടായി. ഉടനെ തന്നെ അവർ ഗുരുവായൂരപ്പ, അങ്ങയുടെ വാസസ്ഥാനമായ വൈകുണ്ഠലോകത്ത് എത്തിച്ചേർന്നു. ശ്ലോകം 2. മനോജ്ഞനൈശ്രേയസകാനനാദ്യർ അനേകവാപി മണിമന്ദിരൈച്ച അനോപമം ദം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാഃ. മനോജ്ഞനൈശ്രേയസകാനനാദ്യർ അനേകവാപി മണിമന്ദിരൈച്ച അനോപമം ദം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാഃ. ആ സനകാദി മഹർഷിമാർ വൈകുണ്ഠലോകത്തെ നൈശ്രേയസം മുതലായ മനോഹരമായ ഉദ്യാനത്താലും അനേകം തടാകങ്ങളാലും മണിമന്ദിരങ്ങളാലും ശോഭിക്കുന്ന അനുപമമായ അങ്ങയുടെ വാസസ്ഥലത്തേക്ക് ഗുരുവായൂരപ്പ മതിൽക്കെട്ടുകൾ കടന്നു വന്നു. ശ്ലോകം 3. ഭവന്തദൃശൂൻ ഭവനം വിവിക്ഷൂൻ ദോസ്തൗ ജയസ്താൻ വിജയോപ്യരുന്താം തേഷാം ചിത്തേ പദ ആപകോപഃ സർവം ഭവൽപ്രേരണയൈവ ഭൂമൻ. ഭവദ്ദൃശൂൻ ഭവനം വിവിക്ഷൂൻ ദോസ്തൗ ജയസ്താൻ വിജയോപ്യരുന്താം തേഷാം ചിത്തേ പദ ആപകോപഃ സർവം ഭവൽപ്രേരണയൈവ ഭൂമൻ. ഭഗവാനെ കാണാനെത്തിയ സനകാദികളെ
ദ്വാരപാലകന്മാരെ ജയവിജയന്മാർ തടഞ്ഞു നിർത്തി. തങ്ങളെ തടഞ്ഞതിൽ അവർക്ക് കോപമുണ്ടായി. ഭഗവാനെ, രാഗദേശാദികളില്ലാത്ത ജ്ഞാനികളായ മഹർഷിമാർക്കും കോപം ജനിക്കുക എന്ന് വച്ചാൽ അതും അങ്ങയുടെ പ്രേരണ തന്നെ. ഭഗവതിച്ഛയ്ക്ക് വിപരീതമായി ലോകത്തിലൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതിനാൽ അവരുടെ കോപവും അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ചാകുമെന്നതിൽ സംശയമില്ല. അവരുടെ കോപവും അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ചാകുമെന്നതിൽ സംശയമില്ല. നമസ്തേ. ശ്ലോകം 4, 5, 6 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.